സിനിമ ആരംഭിക്കുന്നത് ഒരു കടൽ തീരത്ത് നിന്നുമാണ്. അവിടെ കുറച്ച് പ്രായമായ ഒരു വ്യക്തി മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പിടിച്ച മീനൊക്കെ കരയിലേക്ക് കൊണ്ടുവന്ന് വെട്ടി അതിന്റെ കുടലൊക്കെ ക്ലീൻ ചെയ്യുന്നു. പൊടുന്നനെ ചത്തുപോയ ആ മത്സ്യങ്ങളെല്ലാം ജീവൻ വെച്ച് തുള്ളാൻ തുടങ്ങി. അടുത്ത സീനിൽ ഒരു പോലീസ് കാർ എങ്ങോട്ടേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ആ കാറ് ഒരു ഗോഡൌൺ പോലുള്ള ഒരു സ്ഥലത്ത് വന്നു നിൽക്കുന്നു. ആ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ പോലീസുകാരനാണ് നമ്മുടെ നായകൻ. അവിടെ ഉണ്ടായിരുന്ന ഒരു അപ്പൂപ്പൻ തന്റെ വളർത്തു നായയ്ക്ക് എന്തോ ഒരു അസുഖം ബാധിച്ചു എന്ന് നായകനോട് പറയുന്നു. അത് കേട്ട ഉടനെ തന്നെ നമ്മുടെ നായകൻ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് ആ നായയെ വെടിവെച്ച് കൊല്ലുന്നു. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി ഒരു നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ജോലിക്ക് പോകുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് പുള്ളിക്കാരി. ആ സമയത്ത് നമ്മുടെ നായകൻ അങ്ങോട്ടേക്ക് വരുന്നു. നമ്മുടെ നായകനും നായികയും ഡൈവേഴ്സായ ഭാര്യയും ഭർത്താവാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിലുള്ള ആര്യയോ ജാമ്യത്തിലെടുക്കുന്നതിനെ പറ്റി സംസാരിക്കുകയാണ് അവർ. ആര്യയെക്കുറിച്ചല്ല, മകനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിനെ പറ്റിയാണ് പറയുന്നത്. തുടർന്ന് നമ്മുടെ നായകൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി കാറിലേക്ക് വരുന്നു. ശേഷം അയാൾക്ക് വന്ന വോയിസ് മെയിലുകളെല്ലാം ചെക്ക് ചെയ്യുന്നു. അതിൽ പുള്ളിക്കാരന്റെ അച്ഛന്റെ ഒരു വോയിസ് മെസ്സേജും ഉണ്ടായിരുന്നു. അത് കേട്ട ഉടനെ തന്നെ നായകൻ അച്ഛനെ കാണുന്നതിന് വേണ്ടി പുറപ്പെടുന്നു. നമ്മുടെ നായകന്റെ അച്ഛൻ ആരാണെന്നറിയോ? തുടക്കത്തിൽ ഒരു മീൻ പിടിക്കുന്ന ഒരാളെ കാണിച്ചിരുന്നില്ലേ, പുള്ളിക്കാരനാണ് നമ്മുടെ നായകന്റെ അച്ഛൻ. വീട്ടിലെത്തിയ നായകനോട് രാവിലെ താൻ പിടിച്ച മീനിനെല്ലാം ജീവൻ വെച്ചു എന്ന് അച്ഛൻ പറയുന്നു. മീനുള്ള ആ പെട്ടി തുറന്നു നോക്കിയ നായകൻ ഞെട്ടിപ്പോയി. ആ മീനുകൾ ഇപ്പോഴും ജീവനോടെ പിടച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം അച്ഛനും മകനും കൂടി ആ മീനുകളെ കത്തിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു. ആ സമയത്തതാ നമ്മുടെ നായകന്റെ ഡിക്കിയിൽ ഒരനക്കം. നായകൻ ഒരൽപ്പം പേടിയോടെ കാറിന്റെ ഡിക്കി പതിയെ തുറക്കുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ ഒരു നായയെ നായകൻ വെടിവെച്ചു കൊന്നിരുന്നില്ലേ, ആ നായയെ പുള്ളിക്കാരൻ ഡിക്കിയിൽ എടുത്തിട്ടിരുന്നു. അതിനിതേ ആ മീനിനെ പോലെ തന്നെ ജീവൻ വന്നിരിക്കുന്നു. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് നായകൻ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തുടർന്ന് അച്ഛനും മകനും കൂടി ആ നായയെയും മീനുകളെയും ഒരുമിച്ച് തീയിലിട്ട് കത്തിക്കുന്നു. ആ സമയത്തും ആ മീനുകൾ ജീവനോടെ വാലിട്ടടിക്കുന്നുണ്ടായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് 3 യുവാക്കളെ കാണിക്കുന്നു. അതിലൊരുത്തൻ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരുത്തനാവട്ടെ അച്ഛൻ വന്ന് ജാമ്യത്തിലിറക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആത്മഹത്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് മൂന്നാമത്തവൻ രക്തം ഛർദ്ദിച്ച് താഴെ വീഴുന്നു. അവർ രണ്ടുപേരും പേടിച്ചുപോയി. ഈ പയ്യന്മാരുള്ളത് പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ. ഇവരെ ജാമ്യത്തിലിറക്കുന്ന കാര്യമാണ് നേരത്തെ നമ്മുടെ നായകനും നായികയും തമ്മിൽ സംസാരിച്ചത്. അങ്ങനെ ഇപ്പൊ നമ്മുടെ നായകനും നായികയും അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ആ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന പയ്യനില്ലേ, അവനാണ് നമ്മുടെ നായികയുടെ മകൻ. മറ്റേ പയ്യനാണ് നമ്മുടെ നായകന്റെ മകൻ. ഇതെന്തിനാ രണ്ടും വേറെ വേറെ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ. ഡൈവേഴ്സീസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അച്ഛന്റെ കൂടെയും ഒരാൾ അമ്മയുടെ കൂടെയുമാണ് താമസിക്കുന്നത്. അങ്ങനെ നായകനും നായികയും പോലീസുകാരനോട് എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നു. അതിന്റെ റീസൺ കേട്ട കോമഡിയാണ്. അപ്പിയിട്ടതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പിയിട്ടതിന് അറസ്റ്റ് ചെയ്യോ? എന്തോന്ന് അറസ്റ്റ് എന്ന അന്തം വിടൊന്നും വേണ്ട. റോഡിലെ പോകുന്ന കാറിന് മുകളിൽ പാലത്തിന് മുകളിൽ കയറി അപ്പിയിട്ടാൽ പിന്നെ പോലീസുകാർ അറസ്റ്റ് ചെയ്യില്ലേ എന്ന് പോലീസുകാരൻ നായകനോട് പറയുന്നു. പാവം, അയാൾക്ക് ഛർദ്ദിക്കാൻ വന്നുപോയി. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നേരത്തെ ആ ഛർദ്ദിച്ചുകൊണ്ടിരുന്നവനില്ലേ, അവൻ സോംബിയായി മാറി ആ പോലീസുകാരനെ കടിച്ച് കീറുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നായകന്റെ മകനിട്ടും ആ സോംബി കടിക്കുന്നു. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും എല്ലാവരും കൂടി ആ സോംബിയെ അടിച്ചു കൊല്ലുന്നു. അവൻ ചത്തെന്ന് കരുതി അവരെല്ലാവരും അവിടെ നിന്നും പുറത്തേക്ക് പോകുന്നു. തുടർന്ന് നമ്മുടെ നായകന്റെ മകനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പോവുകയാണ്. അവൻ ആ സോംബിയുടെ കടി കിട്ടിയിരുന്നല്ലോ. ഇതേസമയം മറുവശത്ത് നമ്മുടെ ഹീറോ നായികയുടെ മകനുമായിട്ട് സംസാരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ നായകന് വാക്കി ടോക്കിയിൽ അദ്ദേഹത്തിന്റെ കൊളീഗിന്റെ കോൾ വരുന്നു. ഷൂക്കർ വിളിച്ചിരുന്നെന്നും അയാളുടെ ഗേൾഫ്രണ്ടിന് സുഖമില്ല എന്നും അയാൾ പറഞ്ഞു. ഇന്നലെ രാത്രി മുതൽ ആംബുലൻസിൽ വിളിക്കുന്നതാണെന്നും അവർ ഇതുവരെ പിക്കപ്പ് ചെയ്തിട്ടില്ല എന്നും അയാൾ അറിയിച്ചിട്ടുണ്ട് എന്ന് കൊളീഗ് നായകനോട് പറയുന്നു. ഇയാൾക്ക് ഇതെന്തിന്റെ കേടാണ്, ആംബുലൻസുകാരോട്ട് എടുക്കൂല്ല, ഞാൻ എത്ര പ്രാവശ്യം അവിടെ പോയിട്ടുണ്ടെന്ന് അറിയാം, അയാൾ വെറുതെ നുണ പറയുന്നതാണ് എന്ന് നായകൻ കൊളീഗിനോട് പറയുന്നു. അയാളുടെ ഗേൾഫ്രണ്ട് ഇപ്പോഴും പ്രഗ്നന്റ് തന്നെയാണോ എന്ന് നായകൻ കൊളീഗിനോട് ചോദിക്കുന്നു. അതേ എന്ന് പുള്ളിക്കാരി മറുപടി പറയുന്നു. അങ്ങനെ ഇറിറ്റേറ്റ് ആയിട്ടാണെങ്കിലും ഷൂക്കറിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് നായകൻ തീരുമാനിക്കുന്നു. ശേഷം മകനായ അലനോട് പറയും, എനിക്കിങ്ങനെ എപ്പോഴും നിങ്ങളെ ജാമ്യത്തിലിറക്കാൻ വയ്യ, അതിന് നിങ്ങളോടാരാ പറഞ്ഞത് എന്നെ ജാമ്യത്തിലിറക്കാൻ എന്ന് അലൻ അച്ഛനോട് ചൂടാവുന്നു. എന്ത് ചെയ്യാൻ, നമ്മുടെ നായകൻ അവിടെ നിന്നും പോകുന്നു. ആ സീൻ കട്ട് ചെയ്ത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ടെറ്റനസ് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് നായകന്റെ മകൻ ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് അവന്റെ ഗേൾഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവൻ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ അവൾ പ്രഗ്നന്റ് ആണെന്നും അത് അബോർട്ട് ചെയ്യാനാണ് വന്നിരിക്കുന്നത് എന്നും അവൾ അവനോട് പറയുന്നു. ഇവരുടെ ഈ സംസാര രീതിയൊക്കെ കണ്ടിട്ട് രണ്ടുപേരും തമ്മിൽ എന്തോ ഉടക്കുള്ളതുപോലെ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ പ്രഗ്നന്റ് ആയത് ഈ പയ്യൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അവനാണ് കാരണമെങ്കിലും അവളുടെ നിസ്സഹായാവസ്ഥ കണ്ടപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നിട്ട് ഇതിനെ അബോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നു. അവൾക്ക് അത് വേണമെന്നും വേണ്ട എന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ
ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ നായികയെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരി നേഴ്സല്ലേ. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പുള്ളിക്കാരിയോട് പറയും, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, എല്ലാവരും കൂടെയുള്ള ആൾക്കാരെയൊക്കെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നലെ തന്നെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു, ഈ ടൗണിലുള്ള ആൾക്കാർക്കൊക്കെ ഭ്രാന്ത് പിടിച്ചെന്ന് തോന്നുന്നു. പെട്ടെന്ന് അപ്പുറത്തെ മുറിയിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് നായിക അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പേഷ്യന്റ് വളരെ ക്രൂരമായി കൂടെ ഉണ്ടായിരുന്നവനെ കടിച്ച് വരച്ച് കീറുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പേടിച്ചോടാൻ തുടങ്ങി. നായിക അന്തം വിട്ട് നിന്നുപോയി. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ആ ഷൂക്കറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഷൂക്കറാകട്ടെ നമ്മുടെ നായകനോട് ഭ്രാന്തനെ പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിണ്ടാതിരിയടാ, കള്ളും കഞ്ചാവും വലിച്ചു കയറ്റിയിട്ട് അടങ്ങിയിരുന്നോണം, എവിടെ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് നായകൻ പുള്ളിക്കാരന്റെ ഭാര്യയെ കാണാൻ വേണ്ടി അകത്തേക്ക് പോകുന്നു. അവിടെ കണ്ട കാഴ്ച കണ്ട് നായകൻ ഞെട്ടിത്തരിച്ചുപോയി. ആ പെണ്ണ് താൻ പ്രസവിച്ച പിഞ്ചു കുഞ്ഞിനെ കടിച്ച് കീറി ഭക്ഷിക്കുന്നതാണ് നായകൻ കാണുന്നത്. നായകനെ കണ്ടതും ആ പെണ്ണ് കുഞ്ഞിന്റെ ശരീരം താഴേക്കിട്ട് നായകന് നേരെ ചീറിയെടുക്കുന്നു. താഴെ വീണുപോയ നായകന്റെ കയ്യിലേക്ക് അവൾ കടിച്ചു പറിക്കുന്നു. വേദന കൊണ്ട് പൊളഞ്ഞ നായകൻ അവളെ ചവിട്ടി തെറിപ്പിക്കുന്നു. ശേഷം നായകൻ വേഗം തന്നെ അവിടെ നിന്ന് ഓടി തന്റെ കാറിനടുത്തേക്ക് വരുന്നു. പേടിച്ചരണ്ടു വന്ന നായകനെ കണ്ട് എന്താണ് കാര്യമെന്ന് ഷൂക്കർ അവനോട് ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നതിന് മുമ്പേ ആ സോംബി പെണ്ണ് അങ്ങോട്ടേക്ക് എത്തി ഷൂക്കറിന്റെ കഴുത്തിലേക്ക് കടിച്ചു പറിച്ച് അയാളെ കൊല്ലാനാക്കുന്നു. നായകൻ വേഗം കാറിൽ നിന്നും ഇരട്ടക്കുഴൽ തോക്കെടുത്ത് അതിലേക്ക് ഉണ്ട നടക്കാനൊന്നും അയാൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല, കൈ മുറിഞ്ഞിട്ടല്ലേ ഉള്ളത്. അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോക്കെടുത്ത് ആ സോംബി പെണ്ണിന്റെ തല അടിച്ച് കുത്തി 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 പൊട്ടിച്ച് അവളെ കൊല്ലുന്നു. ശേഷം ഷൂക്കറിനെയും കൂട്ടി അവിടെ നിന്നും പുറപ്പെടുന്നു. കാറിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ നായകന് വൈഫിന്റെ ഒരു മെസ്സേജ് ഉണ്ടെന്ന് വാക്കി ടോക്കിയിലൂടെ കൊളീഗ് പറയുന്നു. മെസ്സേജ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആരുടെ കയ്യിൽ നിന്നും കടി വാങ്ങരുത് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് എന്ന് കൊളീഗ് പറയുന്നു. എന്ത് ചെയ്യാൻ, അപ്പോഴേക്കും നായകന് കടികൊണ്ടില്ലേ, ഞങ്ങൾ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തുമെന്ന് അവളോട് പറയുന്നു പറഞ്ഞ് നായകൻ വേഗത്തിൽ വണ്ടി വിടുന്നു. അവർ പോകുന്ന വഴിയിൽ ഒരു ആംബുലൻസ് ആക്സിഡന്റ് ആയി കിടക്കുന്നത് അവർ കാണുന്നു. ഉടനെ തന്നെ നായകൻ വണ്ടി നിർത്തി ആ ആംബുലൻസിനടുത്തേക്ക് ചെല്ലുന്നു. അതിന്റെ ഡ്രൈവർ ചോര വാർന്നൊലിച്ചുകൊണ്ട് മരിച്ചു കിടക്കുന്നത് നായകൻ കാണുന്നു. പെട്ടെന്ന് ആ ആംബുലൻസിൽ നിന്നും നമ്മുടെ നായിക ഒരു കോടാലിയും എടുത്ത് പുറത്തേക്ക് വരുന്നു. അവൻ ഇപ്പൊ തിരിച്ചു വരും എന്ന് നായിക പറഞ്ഞതും ആ ആംബുലൻസ് ഡ്രൈവർ ജീവനോടെ എഴുന്നേറ്റ് വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ നായകന്റെ തോക്കെടുത്ത് ആ സോംബിയെ വെടിവെച്ച് കൊല്ലുന്നു. ഈ ആംബുലൻസിൽ തന്നെ നമ്മുടെ നായകന്റെ മകനും അവന്റെ കാമുകിയും ഉണ്ടായിരുന്നു. അത് നായകനോട് പറയുന്നു. അവർ ആംബുലൻസിന്റെ പിന്നിലേക്ക് പോകുമ്പോഴേക്കും ആ ഡോറ് ജാമായിരിക്കുകയാണ്. അവർക്കത് തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതായത് ആശുപത്രിയിലെ ഇഷ്യൂസ് നേരത്തെ കാണിച്ചിരുന്നില്ലേ, അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ് നായികയും മകൻ ജോസഫും അവന്റെ കാമുകിയും. നായിക ആ ആംബുലൻസിന്റെ ബാക്ക് ഡോർ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആംബുലൻസിനുള്ളിലുണ്ടായിരുന്ന ഒരു സോംബി ജോസഫിന്റെ പുറത്ത് കടിച്ചു പറിക്കാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ ഗണ്ണെടുത്ത് ആ ആംബുലൻസിന്റെ ഡോറ് വെടിവെച്ച് തകർക്കുന്നു. ജോസഫ് ആകട്ടെ ആ സോംബിയെ എങ്ങനെയൊക്കെയോ കൂടി ചവിട്ടി പുറത്തേക്ക് തെറിപ്പിക്കുന്നു. നിർഭാഗ്യവശാൽ ആ സോംബി വന്ന് വീണത് നമ്മുടെ നായകന്റെ പുറത്തായിരുന്നു. പാവം, അയാളുടെ കയ്യിൽ നിന്നും തോക്ക് തെറിച്ചുപോയി. ആ സോംബി നായകനെ കടിച്ചു പറിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വളരെ കഷ്ടപ്പെട്ട് അതിനെ തടുത്തു നിർത്തിയിരിക്കുകയാണ്. ആ സമയത്ത് ഒരു ഘടോൽക്കജൻ ചെയിൻസോയും എടുത്തു വന്ന് ആ സോംബിയുടെ തല പിന്നിൽ നിന്നും രണ്ടായി പൊളർന്ന് അറുത്തു മാറ്റുന്നു. ആ ചോര പുറത്തേക്ക് തെറിക്കുന്ന സീൻ കാണായിരുന്നു. ആ ഘടോൽക്കജൻ വേറെ ആരുമില്ല, നമ്മുടെ നായകന്റെ അച്ഛനില്ലേ, മൊട്ടത്തലേനപ്പൂപ്പൻ, പുള്ളിക്കാരന്റെ ഫ്രണ്ടാണ്. അപ്പൊ നായകന്റെ അച്ഛനും അയാളുടെ കൂടെ അവിടെ എത്തിയിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സോംബി ശവശരീരങ്ങളെല്ലാം നായകന്റെ അച്ഛൻ തീയിലിട്ട് എരിച്ചു കളയുന്നു. മരിച്ച ഫിഷും നായയും ജീവനോടെ വന്നതുപോലെ തന്നെയാണ് ഇവറ്റകളും ജീവനോടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മൊട്ടയപ്പൂപ്പൻ എല്ലാരോടും കൂടി പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് 6 മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് പിന്നീട് കാണിക്കുന്നത്. ആ നഗരത്തിന്റെ അവസ്ഥ തന്നെ മാറിപ്പോയി. അങ്ങിങ്ങായിട്ട് പുകപടലങ്ങൾ ഉയരുന്നത് കാണാം. മനുഷ്യവാസം തീരെ കുറഞ്ഞിരിക്കുന്നു. തുടർന്ന് നമ്മുടെ നായികയുടെ മകൻ അലനെയും അവന്റെ ഗേൾഫ്രണ്ടിനെയുമാണ് കാണിക്കുന്നത്. സോംബി വൈറസ് അഫക്റ്റ് ആവാത്ത കുറെ ആൾക്കാർ ചേർന്ന് ഒരു സ്ഥലം കണ്ടെത്തി സേഫായി താമസിക്കുകയാണ് ഇപ്പോൾ അവിടെ. അങ്ങോട്ടേക്ക് വരുന്ന പുതിയ ആൾക്കാരെ വൈറസ് അഫക്റ്റ് ആയിട്ടില്ല എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം അകത്തേക്ക് കടത്തിവിടുകയാണ് അലനും കൂട്ടുകാരിയും ചെയ്യുന്നത്. ഒരു സോംബിയെ ചങ്ങല കൊണ്ട് പിടിച്ചു കെട്ടി വെച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ കാലുകൾ അറുത്തുമാറ്റിയ അവസ്ഥയിലാണുള്ളത്. എന്തിനാണ് ഇവരതിനെ അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഒരുപക്ഷെ സോംബികളെക്കാളും ധൈര്യശാലികളാണ് തങ്ങളെന്ന് ആൾക്കാരെ ബോധിപ്പിക്കണല്ലോ, അതിനുവേണ്ടി ചെയ്യുന്നതായിരിക്കും. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മുടെ ജോസഫില്ലേ, നായകന്റെ മകൻ, അവനും ഗർഭിണിയായ അവന്റെ ഗേൾഫ്രണ്ടും പിന്നെ വേറെ 2 പേരും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. അതിലൊരാളാകട്ടെ എന്തോ അപകടം പറ്റിയ തന്റെ മകളെ കയ്യിൽ എടുത്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അലൻ അയാളോട് ആ കുട്ടിയെ നിലത്ത് കിടത്താൻ പറയുന്നു. എന്റെ മോക്ക് വൈറസ് ബാധിച്ചിട്ടൊന്നുമില്ല, അവൾക്ക് ചെറിയൊരു മുറിവുണ്ട്, അത്രേ ഉള്ളൂ എന്ന് അവളുടെ അച്ഛൻ അലനോട് പറയുന്നു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ അലൻ ആ കുഞ്ഞിനെ പരിശോധിച്ചപ്പോ അവൾക്ക് സോംബിയുടെ കടിയേറ്റിട്ടുണ്ട്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഞങ്ങളെ ഉള്ളിലേക്ക് വിടണം എന്ന് ആ മനുഷ്യൻ അലനോട് കെഞ്ചി പറയുന്നു. പറ്റില്ല, എനിക്ക് ഇങ്ങോട്ടേക്ക്
അങ്ങോട്ടേക്ക് കടത്തിവിടാൻ പറ്റില്ല. ഈ ഇൻഫെക്ഷൻ ഇവിടെ എല്ലാവർക്കും പറന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്നും പറഞ്ഞ് അലൻ തോക്കെടുത്ത് ആ കുഞ്ഞിനെ നേരെ നീട്ടുന്നു. ഉടനെ തന്നെ നമ്മുടെ ജോസഫിന്റെ ഗേൾഫ്രണ്ട് ആ കുഞ്ഞിനെ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എന്റെ കുഞ്ഞിന് ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഞങ്ങളെയും ഷൂട്ട് ചെയ്യല്ലോ എന്ന് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ട് അലനോട് ചോദിക്കുന്നു. തീർച്ചയായും എനിക്കത് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല എന്നായിരുന്നു അവന്റെ മറുപടി. ജോസഫ് ആവട്ടെ തന്റെ കാമുകിയെ അലനെ എതിർക്കാതെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു. അലനാവട്ടെ യാതൊരു കൂസലുമില്ലാതെ പ്രഗ്നന്റ് ആയ ആ പെണ്ണിന് നേരെയും തോക്ക് ചൂണ്ടുന്നു. അതുകണ്ട് ദേഷ്യം വന്ന ജോസഫ് അലന്റെ മോന്തക്കിട്ടൊരെണ്ണം പൊട്ടിക്കുന്നു. രണ്ടുപേരും തമ്മിൽ വലിയൊരു പ്രശ്നമാവുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നായകൻ അങ്ങോട്ടേക്ക് എത്തുന്നു. അയാൾ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വരുന്നവർക്ക് സോംബിയുടെ കടിയേറ്റിട്ടുണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. എന്താ ഞാനത് ചെക്ക് ചെയ്യേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ ഈ വന്നവരെ നിങ്ങൾ അകത്തേക്ക് വലിച്ചു കയറ്റോ എന്ന് അലൻ അച്ഛനോട് ദേഷ്യപ്പെടുന്നു. അച്ഛൻ തിരിച്ച് എല്ലാവരോടും കൂടി ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജോസഫിന്റെ കാമുകിയോട് അയാൾ പറയും, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? വരുന്ന ആൾക്കാരെ സഹായിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അവൾ മറുപടി പറയുന്നു. ആൾക്കാരെ സഹായിക്കാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്, എങ്ങനെയെങ്കിലും ജീവിക്കാനാണ്, സർവൈവ് ചെയ്യാനാണ് എന്ന് നായകൻ അവളോടും ബാക്കിയുള്ളവരോടുമായിട്ട് പറയുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ നായകനോട് പറയും, അവൾക്ക് ചെറിയൊരു കടി മാത്രമേ കിട്ടിയിട്ടുള്ളൂ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ദയവേത് ഞങ്ങളെ അകത്തേക്ക് വരാൻ അനുവദിക്കണം. അത് കേട്ട ഉടനെ തന്നെ അലൻ അയാളോട് പറയും, അവളിപ്പോ ബ്രീത്ത് ചെയ്യുന്നില്ല. അതോടെ ആ അച്ഛൻ സ്തബ്ധനായി നിന്നുപോയി. ഉടനെ തന്നെ നായകൻ എല്ലാവരോടും വേഗം അകത്തേക്ക് കയറി പോകാൻ പറയുന്നു. പക്ഷെ ആ അച്ഛൻ അകത്തേക്ക് പോകാൻ ആദ്യം കൂട്ടാക്കിയില്ല. അപ്പോൾ നായകൻ അയാളോട് പറയും, നീ ഇപ്പൊ തന്നെ ഉള്ളിലേക്ക് പോകണം, അവളിപ്പോ തിരിച്ചു വരും, അത് നിങ്ങൾ കാണാൻ പാടില്ല, നിങ്ങൾക്കത് താങ്ങാനാവില്ല എന്ന് പറഞ്ഞ് അയാളെ നിർബന്ധിച്ച് എല്ലാവരും കൂടി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ പെൺകുട്ടി സോംബിയായി എഴുന്നേറ്റ് വരാൻ തുടങ്ങി. ഒട്ടും ചിന്തിക്കാതെ നമ്മുടെ നായകൻ ഒരു കോടാലിയെടുത്ത് അവളുടെ തല വെട്ടിക്കേറി അവളെ കൊല്ലുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. ഇപ്പൊ പുതിയതായിട്ട് വന്ന ആൾക്കാരെ പരിശോധിക്കുകയാണ് പുള്ളിക്കാരി. ആ കൂട്ടത്തിൽ വന്ന ഒരു പെണ്ണിനോട് നിനക്ക് സോംബിയുടെ കടിയേറ്റിട്ടുണ്ടോ എന്ന് നായിക ചോദിക്കുന്നു. ഇല്ല എന്നായിരുന്നു അവൾ അതിന് മറുപടി പറഞ്ഞത്. പക്ഷെ ആ പെണ്ണ് ബാത്റൂമിൽ പോയിട്ട് അവളുടെ ഡ്രസ്സ് ഉയർത്തി നോക്കുമ്പോഴേക്കും അവളെ ഒരു സോംബി കടിച്ചിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞിട്ടും അവൾ നായികയോട് കള്ളം പറഞ്ഞതാണ്. അവൾ ആ മുറിവിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അവളുടെ തൊട്ടടുത്ത ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ചോര പുഴയൊഴുകുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. പേടിച്ച് വിറച്ചുകൊണ്ടാണെങ്കിലും അതെന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അവൾ ആ ടോയ്ലറ്റിന്റെ മണ്ടയിലേക്ക് വലിഞ്ഞു കയറി അപ്പുറത്തെ ടോയ്ലറ്റിലേക്ക് നോക്കുന്നു. നായകൻ തലമണ്ട വെട്ടിപ്പൊളിച്ചു കൊന്ന ആ സോംബി കുഞ്ഞില്ലേ, അവളുടെ അച്ഛൻ കയ്യിലെ ഞരമ്പ് കട്ട് ചെയ്ത് മരിച്ചു കിടക്കുന്നതാണ് അവൾ കാണുന്നത്. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ നായകനെയും അവന്റെ അച്ഛനെയും ഒക്കെയാണ് കാണിക്കുന്നത്. അവരിപ്പോൾ ആ സ്ഥലത്തിന്റെ മാപ്പൊക്കെ വെച്ച് ഏതൊക്കെ സ്ഥലത്താണ് സോംബി ഇല്ലാത്തതും സേഫായ സ്ഥലമെന്നും ഏത് സ്ഥലമാണ് കൂടുതൽ അപകടം പിടിച്ചത് എന്നൊക്കെ ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ് നായകൻ. അവിടെ അടുത്തായിട്ട് ഒരു ചർച്ചുണ്ടെന്നും ഇൻഫെക്റ്റ് ആവാത്ത ആൾക്കാരെല്ലാം അവിടെ അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് അവിടെ എത്തി അവരെ രക്ഷിച്ച് ആ ചർച്ചിനടുത്തുള്ള നദിയിലൂടെ ഒരു ബോട്ട് അറേഞ്ച് ചെയ്ത് സേഫായ സ്ഥലത്തേക്ക് മാറണമെന്നും നായകൻ അവരോടായി പറയുന്നു. ആ സമയത്ത് നായകന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചുപോയ വിവരം പറയുന്നു. നായകൻ ഉടനെ തന്നെ ആ ബാത്റൂമിനടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അതിന്റെ വാതിൽ ചവിട്ടി പൊളിക്കുന്നു. അവിടെ ആ സീൻ കട്ട് ചെയ്യും. അവിടെ എന്താ നടന്നിരിക്കാൻ നിങ്ങൾക്ക് അറിയാലോ. ആ സോംബിയുടെ തല അടിച്ച് പൊളന്നിട്ടുണ്ടാവും. അടുത്ത സീനിൽ നമ്മുടെ ജോസഫിനെയും അവന്റെ കാമുകിയെയുമാണ് കാണിക്കുന്നത്. ഗർഭിണിയായ അവൾ വളരെയധികം ഭയന്നിരിക്കുകയാണ്. ജോസഫ് ആവട്ടെ അവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും, നിനക്കൊരു ആപത്തും വരാൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ അവൻ അവളെ സമാധാനിപ്പിക്കുന്നു. മറുവശത്ത് നമ്മുടെ നായകൻ വന്ന് നായികയോട് സംസാരിക്കുന്നു. ഇപ്പോ കക്കൂസിൽ വെച്ചൊരുത്തിനെ തല്ലിക്കൊല്ലാൻ പോയിരുന്നല്ലോ, അപ്പോ അവൻ നമ്മുടെ നായകന്റെ മുതുകില് നല്ലൊരു കടി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ നായകന്റെ പുറത്ത് അവിടെ ഇവിടെയായിട്ട് എല്ലാം സോംബികൾ കടിച്ച പാടും കാണാം. ഇപ്പൊ പുതിയതായിട്ടുണ്ടായ മുറിവ് നമ്മുടെ നായിക സ്റ്റിച്ച് ചെയ്യുന്നു. ഈ സീനിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും, നമ്മുടെ നായകനും അതുപോലെ നായകന്റെ കുടുംബത്തിലുള്ളവർക്കും സോംബി വൈറസിനെ അതിജീവിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട്. കാരണം ഇതിനു മുമ്പും നമ്മുടെ നായകനെ ഒരു സോംബി കടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എവിടെ വെച്ച്? നമ്മുടെ ഇവന്റെ ഫ്രണ്ടിന്റെ വീട്ടില്, ഷൂക്കറിന്റെ വീട്ടിൽ വെച്ചിട്ട് അവന്റെ ഭാര്യ. അതുമാത്രമല്ല നമ്മുടെ നായകന്റെ മകൻ ജോസഫ് ഇല്ലേ, അവനെയും ആ ആംബുലൻസിൽ വെച്ച് സോംബി കടിച്ചിരുന്നു. അവനും ഇപ്പോ ജീവനോടെ ഉണ്ട്. സോ ഇവർക്ക് രണ്ടുപേർക്കും ഈ സോംബി വൈറസിനെ അതിജീവിക്കാനുള്ള ഇമ്മ്യൂണിറ്റി പവർ ഉണ്ട് കേട്ടോ. ഇനി വേറെ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അടുത്ത സീനിൽ അലനെയാണ് കാണിക്കുന്നത്, നമ്മുടെ നായികയുടെ മകൻ. അവൻ നന്നായിട്ട് വെള്ളമടിച്ചു വന്നിട്ട് എത്ര നാളാ ഇങ്ങനെ അടച്ചിരിക്കുക, എനിക്കൊരു പാർട്ടിക്കൊക്കെ കൂടണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അങ്ങനെ നായകനും അച്ഛനും ഒക്കെ അത് സമ്മതിച്ച് ജോസഫിനെയും കൂട്ടി അലനെ പാർട്ടിക്ക് വിടുന്നു. ചുറ്റും സോംബികൾ കലിതുള്ളി നടക്കുമ്പോൾ അവന്മാര് പാർട്ടി ഉണ്ടാക്കാൻ പോയിരിക്കുന്നു. എന്താ അല്ലേ? പാർട്ടിക്കിടയിൽ നന്നായിട്ട് സ്റ്റഫൊക്കെ വലിച്ചു കയറ്റിയിട്ട് അലൻ ജോസഫിനോട് ക്ഷമ ചോദിക്കുന്നു. അവന്റെ ഭാര്യയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയിരുന്നില്ലേ, താൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നും അത് തെറ്റായിപ്പോയെന്നുമൊക്കെ അവൻ ജോസഫിനോട് പറയുന്നു. നീ ഇപ്പോൾ നല്ലൊരു ഭർത്താവാണ്, ഭാവിയിൽ നല്ലൊരു അച്ഛനാവും, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നിന്നോട് അസൂയയാണ് എന്നൊക്കെ അലൻ ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നീ തന്നെയാണ് സംസാരിക്കുന്നത്, അതോ വലിച്ചു കയറ്റിയ സ്റ്റഫാണോ എന്നൊക്കെ ജോസഫ് അലനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇതേസമയം ആ പാർട്ടിക്ക് ഇവരുടെ കൂട്ടത്തിലേക്ക് പുതിയതായിട്ട് വന്നൊരു പെൺകുട്ടിയില്ലേ, സോംബി കടിച്ചിട്ടും കടിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്, പുള്ളിക്കാരിയും വന്നിട്ടുണ്ടായിരുന്നു. അവളെ കണ്ടപ്പോൾ അലൻ
ജോസഫിനോടും കൂടെയുള്ളവരോടും പറയും അവളെ തനിക്ക് മുമ്പേ പരിചയമുണ്ടെന്നും അവളുടെ ബോയ് ഫ്രണ്ടിനെ എന്റെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് പഞ്ഞി കിട്ടിയിട്ടുണ്ടായിരുന്നുവെന്നും അന്ന് നിർഭാഗ്യം കൊണ്ടാണ് അവളോടൊപ്പം കുത്തിമറിയാൻ കിട്ടിയ ഒരു അവസരം മിസ്സായത് എന്നുമൊക്കെ അലൻ ബാക്കിയുള്ളവരോട് പറയുന്നു. ഇത്തവണ അത് മിസ്സാക്കില്ല എന്നും പറഞ്ഞ് അലൻ അവളെയും കൂട്ടി അകത്തേക്ക് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞ് അലന്റെ നിലവിളി കേട്ടാണ് ജോസഫ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുന്നത്. സോംബിയായി മാറിയ ആ പെൺകുട്ടി അലന്റെ സാധനം കടിച്ച് പറിച്ച് തിന്നുന്നതാണ് അവൻ കാണുന്നത്. അലൻ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സീൻ അവിടെ കട്ട് ചെയ്യുന്നു. തുടർന്ന് നായകനെയും അവന്റെ അച്ഛനെയും ആ ഘടോൽഗജനെയുമാണ് കാണിക്കുന്നത്. അവർ ഒരു ഗ്യാരേജിലേക്ക് ചെന്ന് അവിടെ ഉണ്ടായിരുന്ന സോംബികളെയെല്ലാം വേട്ടയാടി കൊല്ലുകയാണ്. ഇതേസമയം മറുവശത്ത് വേദന കൊണ്ട് പുളയുകയായിരുന്ന അലനെയും കൂട്ടി അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ് നമ്മുടെ ജോസഫ്. നിനക്കൊന്നും പറ്റില്ല, നമുക്കിതിന് ട്രീറ്റ്മെന്റ് എടുക്കാം, വാ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് പോവാം എന്ന് ജോസഫ് അലനോട് പറയുന്നു. പക്ഷേ അലൻ ചെയ്തത് എന്താണെന്നറിയോ? നീ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കുടുംബം എനിക്കില്ല എന്നും പറഞ്ഞ് ജോസഫിനെ തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് കുത്തി കീറുന്നു. അല്ലെങ്കിൽ അലൻ ഒരു തലതെറിച്ച പയ്യനാണ്. ഇതിപ്പോ സോംബിയും കൂടി കടിച്ചപ്പോഴേക്കും വട്ടായി തോന്നുന്നു. അല്ലെങ്കിൽ സ്വന്തം അനിയനെ ആരും കുത്തിക്കീറുവോ? അതും പോരാഞ്ഞിട്ട് അലൻ എന്ത് ചെയ്തു എന്നറിയോ? അവന്റെ സാധനം കടിച്ചു നിന്ന ആ സോംബി പെണ്ണില്ലേ, അവളെ പിടിച്ച് കെട്ടി ഇവരെല്ലാവരും സേഫ് ആയിട്ട് നിന്നിരുന്ന സ്ഥലമില്ലേ അവിടേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവളുടെ കെട്ടഴിച്ചു വിടുന്നു. നമ്മുടെ ജോസഫിനെയും കെട്ടിയിട്ടിട്ട് അവരങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു. അവൻ അവിടെ ഉണ്ടായിരുന്നവരോടെല്ലാം വേഗം ഓടി രക്ഷപ്പെടാൻ അലറുന്നു. ആ സോംബിയെ കണ്ടതോടുകൂടി അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ജോസഫ് എങ്ങനെയൊക്കെയോ കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ അമ്മയുടെയും ഭാര്യയുടെയും അടുത്തേക്ക് എത്തുന്നു. അലൻ പണി കൊടുത്ത കാര്യം അവൻ അവരോട് പറയുന്നു. അപ്പോഴേക്കും അവർ നിൽക്കുന്ന അണ്ടർഗ്രൗണ്ടിന് മുകളിലെല്ലാം സോംബികളായി നിറഞ്ഞിരുന്നു. അവിടെ ഇവരെ കൂടാതെ വേറെയും ചിലരുണ്ടായിരുന്നു. അതിലൊരുത്തൻ പിൻവാതിൽ വഴി പുറത്തേക്കിറങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും അവിടെ എത്തിയ സോംബികൾ അവനെ കടിച്ച് കീറി കൊല്ലുന്നു. അതോടെ ബേസ്മെന്റിന് ചുറ്റും സോംബികളാൽ നിറയാൻ തുടങ്ങി. അപ്പോഴേക്കും നമ്മുടെ നായകനും കൂട്ടുകാരും അച്ഛനും കൂടി അങ്ങോട്ടേക്ക് എത്തുന്നു. ഒരു സൈഡിലൂടെ വന്ന അവർ അവിടെ ഉണ്ടായിരുന്ന സോംബികളെയെല്ലാം വെട്ടി കീറി കൊല്ലുന്നു. നായികയും ജോസഫും അവന്റെ ഭാര്യയും മൊട്ടയപ്പൂപ്പനും പിന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി അവിടെ നിന്നും ഓടാൻ തുടങ്ങി. സോംബികളാവട്ടെ അവർക്ക് പിന്നാലെയും. അപ്പോൾ നമ്മുടെ നായകൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ തന്നെ ആ വാതിൽ ക്ലോസ് ചെയ്ത് സോംബികളെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ഏറെ നേരം പിടിച്ചു നിൽക്കാൻ അയാൾക്ക് സാധിച്ചില്ല. സോംബികളെല്ലാം ചേർന്ന് ആ വാതിൽ തള്ളി താഴേക്കിടുന്നു. അത് നായകന്റെ മുകളിലാണ് വീണത്. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് വരാൻ ശ്രമിച്ചു. പക്ഷെ അവനതിന് കഴിഞ്ഞില്ല. നായിക അയാളെ പിടിച്ചു വലിച്ച് പുറത്തേക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്കും അതിന് സാധിച്ചില്ല. അങ്ങനെ അയാളെ രക്ഷിക്കാൻ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. നായകന്റെ അച്ഛൻ മൊട്ടയപ്പൂപ്പൻ വന്ന് നായികയെ അവിടെ നിന്നും പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ നായികയും സംഘവും അവിടെ നിന്നും ഓടിപ്പോകുന്നു. ആ സോംബികളെല്ലാം ചേർന്ന് നമ്മുടെ നായകന്റെ വയറ് വലിച്ച് കീറി കുടൽമാല വരെ വലിച്ച് പുറത്തിട്ട് കടിച്ച് ചവച്ച് തിന്നുന്നു. ഇതിനിടയിൽ ഒരുപാട് സോംബി രംഗങ്ങളുണ്ട്. വളരെ ക്രൂരവും പൈശാചികവും ചോര തെറിക്കുന്നതുമായ രംഗങ്ങൾ. അതൊന്നും കാണിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് അതൊക്കെ കട്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കാണുന്ന ആഗ്രഹമുള്ളവര് സിനിമ ഡൗൺലോഡ് ചെയ്ത് ഒന്ന് കാണുക. അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ മൊട്ടയപ്പൂപ്പനും നായികയും ജോസഫും അവന്റെ ഭാര്യയും പിന്നെ ആ ഘടോൽഗജനും കൂടി ഒരു കാറിൽ അവിടെ നിന്നും പുറപ്പെടുന്നു. ആ സമയത്ത് നമ്മുടെ അലനില്ലേ, പുള്ളിക്കാരൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാറിലുള്ള വാക്കി ടോക്കിയിലേക്ക് വിളിച്ച് അവരോട് നേരത്തെ പറഞ്ഞൊരു ചർച്ചില്ലേ അങ്ങോട്ടേക്ക് വരാൻ പറയുന്നു. അലൻ ചതിയനാണ് എന്നുള്ളത് ഇവർക്കൊക്കെ മനസ്സിലായല്ലോ. അതുകൊണ്ട് വെറുതെ പറഞ്ഞാൽ വരൂലല്ലോ. അതുകൊണ്ട് അവൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ സോംബിയെ കൊണ്ട് കടിപ്പിക്കുന്ന രീതിയിൽ പേടിപ്പിച്ച് അവളെ കൊണ്ടാണ് അവരോട് അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും തന്നെ മൊട്ടയപ്പൂപ്പനും ബാക്കിയുള്ളവരും ആ ചർച്ചിലേക്ക് എത്തുന്നു. അവരവിടെ കാണുന്നത് അലന്റെ കൂട്ടുകാരനായ ആ തടിയൻ അപ്പൂപ്പൻ അവിടെ ഉണ്ടായിരുന്ന നോർമലായ ആൾക്കാരെയെല്ലാം പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ മൊട്ടയപ്പൂപ്പൻ ബാക്കിലൂടെ ചെന്ന് ആ തടിയന്റെ മോന്ത വാളുകൊണ്ട് വെട്ടിക്കീറുന്നു. അങ്ങനെ അവിടെയുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്തി അലനെയും അന്വേഷിച്ച് അവർ അവിടെ നിന്നും പോകുന്നു. ഈ സമയത്ത് നമ്മുടെ നായികയും ജോസഫിന്റെ ഭാര്യയും ആ കാറിലിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് പ്രസവവേദന തുടങ്ങിയിരിക്കുന്നു. ആ ഘടോൽഗജനാവട്ടെ അവർക്ക് കാവൽ നിൽപ്പുണ്ട്. അവിടേക്കെത്തിയ അലനാവട്ടെ ആ ഘടോൽഗജനെ പിന്നിൽ നിന്നും വാള് വെച്ച് കുത്തിക്കൊല്ലുന്നു. മയക്കുമരുന്ന് അടിച്ചടിച്ച് അവന്റെ കംപ്ലീറ്റ് ബോധവും പോയിട്ടുള്ളത്. അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് അവൻ എന്താ ചെയ്തതെന്നറിയോ? അവൻ ഡിക്കിക്കുള്ളിൽ കൊണ്ടുവന്നിരുന്ന ഒരു സോംബിയെ ഇവരെ കടിക്കുന്നതിന് വേണ്ടിയിട്ടായി തുറന്നുവിടുന്നു. ഉടനെ തന്നെ നമ്മുടെ നായിക വേറെ വഴിയില്ലാതെ സ്വന്തം മകനെ തന്നെ വെടിവെച്ചിടുന്നു. പക്ഷെ അപ്പോഴേക്കും അലൻ തുറന്നുവിട്ട സോംബി നമ്മുടെ ജോസഫിന്റെ ഭാര്യയെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ടു നിന്ന നമ്മുടെ ജോസഫ് ആവട്ടെ ഓടി വന്ന് ആ സോംബിയെ പിടിച്ച് വലിച്ച് അതിന്റെ തല ഒരൊറ്റ വെട്ടിന് അറുത്തു മാറ്റുന്നു. കൊട്ടത്തേങ്ങ പോലെ ആ സോംബി തല തെറിച്ചു പോകുന്നു. അതിനുശേഷം നമ്മുടെ ജോസഫും മൊട്ടയപ്പൂപ്പനും ചേർന്ന് അലനെ അവിടെ നിന്നും തൂക്കിയെടുത്ത് കുറച്ച് ദൂരേക്കായി കൊണ്ടുപോകുന്നു. എന്നിട്ട് ജോസഫ് അവന്റെ വയറ്റിലേക്ക് കത്തി
കുത്തിയിറക്കുന്നു. ഇനിയും അവനെ വെറുതെ വിട്ടാൽ പാവങ്ങളായ ജനങ്ങളെ അവൻ വീണ്ടും കൊന്നു തള്ളും. എല്ലാവരെയും സോംബികളായി മാറ്റും. അതുകൊണ്ട് ഇതല്ലാതെ മറ്റൊരു വഴിയും ജോസഫിന്റെ പക്കലുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ മൊട്ടയപ്പൂപ്പൻ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ആകാശത്തേക്ക് വെടിവെക്കുന്നു. വെടിയൊച്ച കേട്ടതോടെ ഒരു സോംബി സാഗരം തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കുകയാണ്. അതോടെ നമ്മുടെ മൊട്ടയപ്പൂപ്പനും ജോസഫും അലനെ അവിടെ കിടത്തിയിട്ട് ദൂരേക്ക് പോകുന്നു. അവിടെ എത്തിയ സോംബികളെല്ലാം ചേർന്ന് അലനെ കടിച്ച് കീറി പറിച്ച് പൊറോട്ട കീറണ പോലെ വലിച്ച് കീറി തിന്നു തീർക്കുന്നു. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് അവിടെ നിന്നും രക്ഷപ്പെട്ട് ബോട്ടിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. ആ സമയത്ത് നമ്മുടെ മൊട്ടയപ്പൂപ്പനാവട്ടെ അവരുടെ കൂടെ പോവാൻ തയ്യാറാവുന്നില്ല. ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ഇത് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ്, എന്റെ അവസാനവും ഇവിടെ തന്നെയായിരിക്കണം എന്ന് ജോസഫിനോട് പറഞ്ഞ് മൊട്ടമുത്തച്ഛൻ അവരെ യാത്രയാക്കുന്നു. അപ്പോഴേക്കും സോംബികളെല്ലാം അങ്ങോട്ടേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങി. നമ്മുടെ അപ്പൂപ്പൻ വിടുവോ, മാസായി നിന്ന് ഒറ്റയ്ക്ക് നിന്ന് അതിനെയെല്ലാം വെട്ടി വെട്ടി കൊല്ലുന്നു. അയാൾ ഒറ്റയ്ക്കായിരുന്നു. ഹീസ് എ മോൺസ്റ്റർ എന്ന KGF-ലെ ഡയലോഗാണ് ആ സീൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരിക. പക്ഷെ റോക്കി ബായുടെ അത്രയും പിടിച്ചു നിൽക്കാനൊന്നും പുള്ളിക്കാരന് പറ്റൂല. എല്ലാ സോംബികളും ചേർന്ന് അയാളുടെ മേലേക്ക് ചാടി വീണ് കടിച്ചു കീറാൻ തുടങ്ങി. ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ജോസഫിനെയും ഭാര്യയെയും അമ്മയെയുമാണ് കാണിക്കുന്നത്. അവർ ബോട്ടിലിങ്ങനെ പുതിയ തീരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് ജോസഫിന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന വരുന്നു. അങ്ങനെ അവൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. കുഞ്ഞിനെ ആദ്യം നായികയും പിന്നീട് ജോസഫും മാറി മാറി എടുക്കുന്നു. തന്റെ കുഞ്ഞിന്റെ മുഖം കണ്ട ജോസഫിന് വളരെയധികം സന്തോഷമാവുന്നു. ആ സമയത്ത് അവന്റെ ഭാര്യ കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് വെച്ചു തരാൻ പറയുന്നു. അവനും വേഗം തന്നെ മകളെ ഭാര്യയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടെ അവൾ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൾക്ക് എന്തോ വ്യത്യസ്തമായ ഫീലിംഗ് ഉണ്ടാവുന്നു. താനും ഒരു സോംബിയായി മാറാൻ പോവുകയാണെന്ന് അവൾ വേദനയോടെ മനസ്സിലാക്കുന്നു. ഇനിയും ഈ കുഞ്ഞ് തന്റെ കയ്യിലുണ്ടായാൽ താൻ തന്നെ തന്റെ മകളെ കടിച്ചു കീറി കൊല്ലുമെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലായി. അവൾ വേഗം തന്നെ കുഞ്ഞിനെ ജോസഫിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഉടനെ തന്നെ സോംബിയാവും, നിങ്ങളെയും കുഞ്ഞിനെയും ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് എന്നെ കൊന്നു കളഞ്ഞേക്ക് എന്ന് അവൾ വേദനയോടെ ജോസഫിനോട് പറയുന്നു. അവൾ പറഞ്ഞതുപോലെ ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയും ജോസഫിനും അറിയില്ലായിരുന്നു. വളരെയധികം വേദനയോടെ ജോസഫ് തന്റെ പ്രണയിനിയെ വെടിവെച്ചു കൊല്ലുന്നു. അവളുടെ ശവശരീരം നോക്കി ജോസഫ് പൊട്ടിക്കരയുന്നു. പാവം ആ കുഞ്ഞ് അമ്മ മരിച്ചുപോയതറിയാതെ അതും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ ഭാര്യയുടെ ശവശരീരവും കെട്ടിപ്പിടിച്ച് ജോസഫ് വിതുമ്പുകയാണ്. ആ കുഞ്ഞാകട്ടെ അവളുടെ അമ്മൂമ്മയുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുകയാണ്. അങ്ങനെ അവർ മറ്റൊരു തീരം തേടി പോയിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സീനോടുകൂടി ഈ കഥയും ഈ സിനിമയും അവസാനിക്കുകയാണ്.